ഹായ് ഗായ്സ് വി ബാക്ക് ടു മൈൻക്രാഫ്റ്റ് ഡെറ്റാവേഴ്സ്. അപ്പോൾ ഗായ്സ് നമ്മൾ പിന്നെ വന്നേക്കാണ് നമ്മളുടെ മൈൻക്രാഫ്റ്റ് പോക്കറ്റ് എഡിഷൻ ആയിട്ട്. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഫാം ഉണ്ടാക്കിയത് ഞാൻ നാൾ കാണിച്ചാണ്. പക്ഷേ ഞാൻ ഇന്ന് ഒരു വീഡിയോ എടുത്തിരുന്നു, പക്ഷേ റെക്കോർഡായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു സംഭവം. അപ്പോൾ ഇതാണ് ഏകദേശം സെറ്റപ്പ് എന്നൊക്കെ പറയണത്. ഇത് ഇവിടെ വീത്ത് ഫാമും ഇവിടെ പൊട്ടാറ്റോ ഫാമും അങ്ങനെ ആദ്യപ്പത്തറ ഡേ വരുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയല്ലേ ഗൈസ്, നമ്മൾ ഈ ഒരു ഇതിന്മേൽ നിൽക്കാൽ വെള്ളം വരും. അപ്പോൾ ഇവിടെ ഫുള്ളും നിറയും. അപ്പോൾ അത് പോരും ചെയ്യും. അപ്പോൾ ഇവിടെ ആ സെറ്റപ്പ് തന്നെ ഞാൻ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിരുന്നതാണ്, പക്ഷേ ആ സംഭവം റെക്കോർഡായിട്ടില്ല. അതോ സംഭവം ഉണ്ടായി. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു എൻചാൻറ്റഡ് ടേബിൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു എൻചാൻറ്റഡ് ടേബിൾ അല്ല ഗൈസ്, നമ്മൾ അതിൻ്റെ കൂടെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു കണ്ടന്റ് ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതാ ഗൈസ് നമ്മളെ ബേസിൽ എത്തിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയതാണ്. ഇതേപോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം എൻചാൻറ്റഡ് ടേബിൾ ഉണ്ടാക്കണം. അതൊക്കെ റെഡിയാക്കി വെച്ചിരുന്നിട്ട് വീഡിയോ എടുത്തായിരുന്നു, പക്ഷേ സംഭവം റെക്കോർഡായിട്ടുള്ള ഒരു സങ്കടമാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്നും എടുത്തേക്കട്ടെ. അവിടെ ഇതിൻ്റെ മെയിൻ ടേബിൾ അവിടെ ടേബിളല്ലേ ഗൈസ്, സോറി, ചെസ്റ്റ്. ഏതൊരു ചെസ്റ്റിലാണല്ലോ അതാ ഇതിലാണ് ഞാൻ വെച്ചിരുന്നത്. ഇത് കൂടി ഇരിക്കട്ടെ, സീഡ് കൂടി ഇരിക്കട്ടെ. അപ്പോൾ ഇനി എന്താ വേണ്ട എല്ലാം ഉണ്ട് നമ്മളെ കയ്യിൽ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ എൻചാൻറ്റഡ് ടേബിൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഫുൾ കാര്യങ്ങൾ സെറ്റാണ്. പിന്നെ ഗൈസ് ആ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു കൂടെ അറിയില്ല, ഈ ഒരു ചെസ്റ്റാണ് ഉണ്ടാക്കിയിരുന്നു. ഇത് പിന്നെ നിങ്ങൾക്ക് അറിയില്ല ഗൈസ്, സലാക്കിൻ്റെ ചെസ്റ്റാണ്. പിക്കാക്സും കൊണ്ട് നിറഞ്ഞ ചെസ്റ്റാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളെ ബേസ് പോയിട്ട് ഗൈസ് നമുക്ക് എൻചാൻറ്റഡ് ടേബിളും പിന്നെ എൻചാൻറ്റഡിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ എൻചാൻറ്റഡ് ടേബിളിന് എന്താ വേണ്ടത് പറഞ്ഞാലും നോക്കട്ടെ. എൻചാൻറ്റഡ് ടേബിൾ ക്രാഫ്റ്റബിളിൽ ആളുണ്ടാവുള്ളൂ ഗൈസ്. ഓ ഗൈസ് സോറി, ഞാൻ ഈ അടിച്ചു കൊടുക്കാൻ മറന്നിരിക്കുന്നു. അതെ ഗൈസ്, എൻചാൻറ്റഡ് ടേബിൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ട പറഞ്ഞാൽ ഒരു ബുക്ക് വേണം, പിന്നെ 2 ഡയമണ്ട് വേണം. പിന്നെ ഇത് നമ്മളെടുത്തുണ്ട്. ബുക്ക് ഗൈസ് നമ്മളെടുത്തില്ല. അപ്പോൾ ഗൈസ് ഒന്ന് ബുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കട്ടെ. ബുക്ക് ഇതിൽ തന്നെ ബുക്ക് ഒന്ന് അടിച്ചു കൊടുത്തോക്കട്ടെ ഗൈസ്. ബുക്ക് ഈ ബുക്കാണ് വേണ്ടത്. അപ്പോൾ ഒരു 3 പേപ്പറും പിന്നെ ഈ ലെതറും വേണം. അത് ഗൈസ് കിട്ടും തോന്നില്ല, കാരണം ലെതർ സംഭവം കിട്ടും. ഈ ഒരു പേപ്പർ എവിടെ നിന്ന് കിട്ടാനാണ് ഗൈസ് ഞാൻ ആലോചിക്കുന്നത്. നോക്കട്ടെ, ഈ പേപ്പർ എങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. ഞാൻ പേപ്പർ ഒന്ന് അടിച്ചിട്ട് നോക്കട്ടെ. പേപ്പറിന് ഗൈസ് 3 ഷുഗർ ക്യാൻസ് വേണം. ആ 3 ഷുഗർ ക്യാൻസ് ഒന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ അതും കിട്ടാത്തൊരു സംഭവമാണ്. എന്തായാലും ഗൈസ് നമുക്കൊന്നൊരു പണിയാണ്. നമ്മൾ മറ്റേ സ്ഥലത്തേക്ക് പോയിങ്ങാണ്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്തായാലും മറ്റേ റെഡിയാക്കാം. അപ്പോൾ എന്തായാലും ഞാൻ നാളെ കാണാം. അപ്പോൾ ഗൈസ് ഇതാ നമ്മളൊരു പിന്നെ രാവിലെ ആയിക്കണം. നമുക്ക് എന്ത് ചെയ്യണം ഗൈസ്, നമുക്ക് അവിടെ എന്താ പറയുക ഒരു സംഭവം ഉണ്ടല്ലോ, എന്തിൻ്റെ പേര് ഞാൻ മറന്നു. ആ ഗൈസ് അവിടെ കുറേ ഇതുണ്ട്, കടൽ പോലത്തെ വള്ളം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളവിടെ ബോട്ട് വെച്ചിരുന്നു. ആ ബോട്ടിൽ ഗൈസ് നമുക്ക് പോവാം, കാരണം ആ ഒരു ഭാഗത്താണ് കൂടുതലും ഷുഗർ ക്യാൻസ് ഉണ്ടാവുക ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഫുൾ അവിടെ നിന്ന് എത്തിക്കാണ്ട് കാണാം. ഇതാ നമ്മളെ ബോട്ടുള്ള സ്ഥലത്ത് എത്തിയേക്കണം. ഞാൻ അവിടെ അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിരുന്നു. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. ഞാൻ എന്തായാലും അങ്ങോട്ട് പോയകട്ടെ. എവിടെയാണ് ഷുഗർ ക്യാൻസ് ഉണ്ടാവുക? ഈ ഒരു ഭാഗത്ത് തന്നെയാണ്, പക്ഷെ ഉണ്ടാവുമോയെന്നറിയില്ലല്ലോ ഗൈസ്. ഓ അയണ് അയണ് ഗൈസ്, അല്ലെങ്കിൽ നമ്മളടുത്ത് അയണും സംഭവം കുറച്ചേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്നും ഇല്ലല്ലോ ഗൈസ്. ഇവിടെ സീഡ് ഇത് വീണ് കിടക്കുന്നു, പ്രത്യേകിച്ചൊന്നും കാണാനില്ല ഗൈസ്, അതൊന്ന് ക്ഷമിക്കണം. അപ്പോൾ ഇവിടെ ആ ഗൈസ് വാട്ടർ മാൻ കിടക്കുന്നു. ഇതെന്തായാലും ഗൈസ് നമുക്ക് ആശയുണ്ട്. എന്തിനാ ചോദിച്ചാൽ നമുക്ക് നമ്മൾ ഫാം ഉണ്ടാക്കിക്കണമല്ലോ. അപ്പോൾ അവിടെ ആശയുണ്ട്. ഞാൻ ഫുൾ അങ്ങോട്ടൊന്ന് പോയേക്കണം, കാരണം ഷുഗർ ക്യാൻസ് ഇവിടെയൊക്കെ ഉണ്ടാവേണ്ടതാണ്. അതാണ് ഞാൻ ഇങ്ങോട്ടൊക്കെ വരുന്നത് ഗൈസ്. ഞങ്ങൾക്ക് 3 ഷുഗർ ക്യാൻസാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ കുറേ ബാമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും ആശയില്ല, പക്ഷെ നമുക്ക് ആശയം ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് ഗൈസ് നമുക്ക് വരണം. അപ്പോൾ ഇവിടെ ഫുള്ള് ലോഡിങ് ആണ്, കാരണം നമ്മൾ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ലല്ലോ. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ ഗൈസ് വില്ലേജിൻ്റെ അടുത്തു നിന്നൊക്കെ മാറിപ്പോയിക്കണു.
കുറേ പോകുന്നതാണ് ഗൈസ് നമ്മൾ തപ്പാൻ നിൽക്കണത്. അപ്പോൾ ഇവിടെ ഒന്നും ഇല്ലല്ലോ ഗൈസ്. ആ ഗൈസ് കണ്ടു. ഓ ഗൈസ് നമുക്ക് അങ്ങനെ ബാമ്പ് കിട്ടിക്കണു. ബാമ്പില്ല ഗൈസ്, ഈ ഒരു ഷുഗർ ക്യാൻസ് 3 എണ്ണമാണല്ലോ. ഷടാ ഗൈസ് നമുക്ക് 3 എണ്ണമാണിന്ന്. നോക്കട്ടെ. കാണുന്നു ഗൈസ്. നമുക്ക് എന്തായാലും ലാസ്റ്റ് കിട്ടിയിരിക്കുന്നു ഗൈസ്. വന്ന വഴി ഞാൻ മറക്കും ചെയ്തിരിക്കുന്നു ഗൈസ്. അപ്പോൾ അയ്യവാ 3 നമുക്ക് ഗൈസ് ഗൈസ് ഇതായി നമ്മളങ്ങനെ നമ്മളെ വില്ലേജിൽ എത്തിയേക്കണം. അപ്പോൾ അതിലിടയ്ക്ക് എന്ത് ചെയ്തു, ലെതർ കൂടി എടുത്തുകൊണ്ട് ഗൈസ് നമ്മൾ ചെറിയൊരു പശുവിനെ കൂടി ഇത് റെഡിയാക്കിങ്ങാണ്ട് ഇതാണ് നമ്മൾ ലെതർ കൂടി എടുത്തുകൊണ്ട്. നമുക്ക് ബുക്ക് ഉണ്ടാക്കാൻ വലിയ പണിയില്ല, ഒക്കെ സെറ്റാണ്. അയ്യവാ നേരെ പോട്ടെ. നമുക്കിപ്പോൾ ഗൈസ് 33 ഇതുണ്ട് ലെവൽ XP ലെവൽ അറിയണത്. എന്തായാലും ഗൈസ് ഇപ്പോൾ നമുക്ക് എല്ലാം സെറ്റ് ആയിക്കണു. എന്തായാലും ഞാൻ ബുക്ക് ഉണ്ടാക്കട്ടെ. ബുക്ക് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളുണ്ട്. പേപ്പർ എവിടെ? ഷടാ ഗൈസ് പേപ്പർ കിട്ടി. ഗൈസ് നമുക്ക് അങ്ങനെ ഒരു ബുക്ക് കിട്ടിക്കണു. ഞങ്ങൾക്ക് എന്താ വേണ്ട പറഞ്ഞാൽ എന്തൊക്കെയാണ് വേണ്ടത് അറിയോ ഗൈസ്? ഒബ്സീഡിയം വേണം 5 എണ്ണേറ്റില്ല വേണ്ട. 5 എണ്ണ അല്ല, 1 2 3 4 എണ്ണേറ്റാണ് വേണ്ട ഗൈസ്. എനിക്ക് 4 എടുക്കുക. പിന്നെ ഡയമണ്ട് വേണം ഗൈസ്. ഡയമണ്ട് നമുക്ക് 2 എടുക്കുക. അതാണ് നമ്മളെ മെയിൻ സാധനം എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടി എടുക്കുക. ഓ ഗൈസ് നമുക്ക് എൻചാൻറ്റഡ് ടേബിൾ ഗൈസ് അതിനെ കിട്ടി ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ എൻചാൻറ്റഡ് ടേബിൾ എന്ന് പറയുന്ന ഒരു സംഭവം. നമുക്ക് എന്താണ് ഗൈസ്, നമുക്ക് നല്ലൊരു സ്ഥലം നോക്കി വെക്കണം. ഓ ഗൈസ് നമ്മളങ്ങനെ എൻചാൻറ്റഡ് ടേബിൾ ഉണ്ടാക്കിയാണ് വെച്ചുകൊണ്ട്. ഇപ്പോൾ ഗൈസ് നമുക്ക് വെറും ഇങ്ങനെ വെക്കാൻ പറ്റൂല. ഇതിന് ഫുള്ളും എന്ത് ചെയ്യണം, മറ്റേതുണ്ടല്ലോ എന്താ പറയുക, ഒരു പേരുണ്ട്, നമ്മൾ കുറേ ഇത് പോയാൽ കാണും. ഞാൻ ഒന്ന് കാണിച്ചിട്ട് ഗൈസ് എക്സാമ്പിളായിട്ട് ഇത് കൂടി വെക്കണം ഗൈസ്. നമുക്ക് ഇതും നിർബന്ധമാണ്, ബുക്ക് ഷെൽഫ് പറയുന്നത്. അതാകുമ്പോൾ പിന്നെ ഗൈസ് ഇതിൻ്റെയൊക്കെ ഇത് കുറയും. അപ്പം ഞാൻ എന്തായാലും ഗൈസ് നമുക്ക് എൻചാൻറ്റഡ് സാധനങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം എന്താ വേണ്ടത് ചോദിച്ചാൽ നമ്മൾ ഡയമണ്ട് എടുക്കുക തന്നെ. നമുക്ക് ഇതും വേണം. ഇതിലാണ് മെയിൻ സംഭവം ഉള്ളത്. നമുക്ക് നെതറിൻ്റെ അല്ലേ എന്താ പറയുക ഉണ്ടാക്കാൻ. നമുക്ക് ഗോൾഡ് വേണ്ട, നമുക്ക് ഡയമണ്ടിൻ്റെ തന്നെ ഉണ്ടാക്കാം. അതാണ് നല്ലത് ഗൈസ്. നമ്മൾ ഡയമണ്ടിൻ്റെ ആർമറിനുള്ള ഉണ്ടോയെന്ന് അറിയില്ല. നമുക്ക് ആർമർ ഉണ്ടാക്കുന്ന 1 ചേടാ കിട്ടി ലാഗ് അടിച്ച് കണ്ടിൻ്റെ സാധനങ്ങൾ പോവാറില്ല ഗൈസ്. അപ്പോൾ അതാ ഡയമണ്ടിങ് 4 കൂടെ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു സ്വാഡ് കൂടി ഉണ്ടാക്കാം ഗൈസ്. നമ്മൾ ഡയമണ്ട് എങ്ങനെ കുണിഞ്ഞ് വെറും 2 ഡയമണ്ട് ഉള്ളു ഗൈസ്. നമുക്ക് 2 ഡയമണ്ട് കൂടെ വെക്കാം. നമ്മളിപ്പോൾ ഏകദേശം ഒരു ആർമർ സെറ്റാക്കിക്കണം. അപ്പോൾ അതാണ് ഗൈസ് നമ്മളെ കയ്യിലുള്ള ആർമർ പറയുന്നത്. ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ തിരിച്ചിട്ടാ ആകെ ബൂട്ട് കൂടി വേണം നമുക്ക്, പക്ഷെ നമുക്ക് ഇല്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഗൈസ് ഉണ്ടാക്കാം. നമുക്ക് ആദ്യം നമ്മളെ സ്വാഡ് വെക്കാം. സ്വാഡിനായിട്ട് നമുക്ക് ഇതും വെക്കാം. ഇതിലിപ്പോൾ എന്തൊക്കെ എഴുതിക്കണേ ചേടാ ഞാൻ പറഞ്ഞിട്ടില്ല. പെയിൻ്റെ ഗൈസ് വന്നു. ഷാർപ്പ്നെസ്. ഓ ഗൈസ് അത് സൂപ്പറായി. ഒരു എൻചാൻറ്റഡ് സാധനം കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം, അതുണ്ടാക്കാം. ഇത് എഴുതിക്കണ എന്താ ഗൈസ് മനസ്സിലാവില്ല. അതാണ് ഞാൻ അയ്യ 8 പോയി നോക്കാം. പ്രൊട്ടക്ഷൻ അവൻ സൂപ്പറായി. നമുക്ക് ഇത് കൂടി ഒക്കെ ഗൈസ് നമുക്ക് 3ാമത്തെ തന്നെ എടുക്കാം. കാരണം നമ്മളെ അടുത്ത് കുറേ ഉണ്ടല്ലോ. ഗൈസ് ഇപ്പം നമുക്ക് ഫുൾ എൻചാൻറ്റഡ് സാധനങ്ങൾ കിട്ടിക്കണു. വാവ് ഗൈസ് നമുക്ക് എന്തായാലും ഇതുമ്മ തന്നെ വെക്കാം. മെയിൻ ആർമർസ് എന്ന് പറഞ്ഞാൽ വാവ് ഗൈസ് ഞാൻ ഫുള്ള് സെറ്റാണ്. ഇതും കൊണ്ടൊക്കെ ഗൈസ് ഇനി ഫൈറ്റിന് പോയാൽ പിന്നെ പറയണ്ടല്ലോ. ഫുൾ ആർമർ സെറ്റാണ്. നമുക്കൊരു ബൂട്ട് കൂടി വേണം. പക്ഷെ അതിനുള്ള ഡയമണ്ടിൽ ഒരു 2 ഡയമണ്ട് കൂടി ഉണ്ടെങ്കിൽ ഗൈസ് ഞങ്ങൾക്ക് സൂപ്പറാക്കിയിരുന്നു. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ ഇവിടെ ചെയ്യേണ്ട വീഡിയോ വൈൻഡപ്പിയാണ്. നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഇത് കുറിച്ചിട്ട് ചെയ്യുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് ഇതൊക്കെ എൻചാൻറ്റഡ് ആക്കാൻ പറ്റും. ആ ഒരു സംഭവമാണ്. എന്തായാലും തലക്കാലം കൂടിയും ഒരിത് കൂടി ഉണ്ടാകട്ടെ. നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ അയൻ്റെതാണ്. ഞാൻ അയണിൻ്റെ ഇതൊന്നും എടുക്കട്ടെ. അവിടെ അയൺ ഗോൾഡല്ല അയൺ. നമ്മൾ അയൺ എടുത്തുകൊണ്ട് ഞാൻ കൊണ്ട് എന്ത് ചെയ്യണം ഗൈസ്, നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കണം. എന്തിനാ ചോദിച്ചാൽ ഗൈസ് നമുക്ക് കുറേ ഡയമണ്ടൊക്കെ ഇനി എടുക്കാൻ പോവാ വെച്ചാൽ പിക്കാക്സിനൊരു പവർ വേണ്ടേ. അപ്പം അതിനാണ്. ലാപ്പിസ് നമ്മളടുത്ത് കുറേ ഉണ്ടായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ചേടാ ഇവിടെ വെക്കുക. ഇനി ഗൈസ് നമുക്കിത് ഉണ്ടാക്കാം. 2 അയ്യോ ഗൈസ് അറിയാണ്ട് നിർത്തും.
ഇതിപ്പോൾ ഏതാ വാ അൺബ്രേക്കബിൾ ആൻഡ് വാ സൂപ്പർ. അപ്പോൾ ഗായ്സ് നമുക്കിപ്പോൾ ഇതും കിട്ടി. ഇത് ഗായ്സ് നമ്മളിങ്ങനെ മുതൽ കയ്യിൽ പിടിച്ചങ്ങാണ്ട് അടക്കുക, കാരണം നമുക്കത് പൊട്ടിക്കാൻ. എന്നാലും ഗായ്സ് ഇവിടെ ചെയ്യാണ്ട് വീഡിയോ വൈൻഡപ്പിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് അറിയണത്. അടുത്ത കണ്ടന്റ് എന്ന് പറയണത് ഗായ്സ് ചിലപ്പോൾ ഇന്ത്യൻ ബൈക്ക് ആക്കാരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്കാരും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിച്ചുകൊള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ എന്തായാലും ഗായ്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാല്ലേ. അപ്പോൾ എന്തായാലും ബൈ.